അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽ ഫായിസിന ബിഅല്ലാഹി അമ്മാ ബഅദ്. സ്നേഹമുള്ളവരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും ഇണകളെയും മക്കളെയും കൂട്ടുകുടുംബങ്ങളെയും സ്നേഹിക്കുന്നവരെയും സഹായിക്കുന്നവരെയും ഗുണകാംക്ഷകളെയും ദുആ വസിയതരെയും ഇഹബല വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ മഹാന്മാരോടൊപ്പം സഹവസിക്കാൻ നമുക്ക് അവർക്ക് അല്ലാഹു ഭാഗ്യം നൽകട്ടെ. സ്നേഹമുള്ളവരെ, ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും വിശുദ്ധമായ സ്മരണകൾ പുതുക്കിക്കൊണ്ട് വീണ്ടും ഒരു ബലിപെരുന്നാൾ കൂടി സമാഗതമായിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുന്നിൽ സ്വന്തം ഇഷ്ടങ്ങളെയും വികാരങ്ങളെയും പൂർണ്ണമായി സമർപ്പിച്ച ഒരു പ്രവാചക കുടുംബത്തിൻ്റെ ചരിത്രമാണ് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ബലിപെരുന്നാൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും മഹദി ഹാജർ റളിയല്ലാഹു അൻഹയുടെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ത്യാഗോജ്ജലമായ വിട്ടുവീഴ്ചയില്ലാത്ത ജീവിതമാണ്. ആ ജീവിതത്തിൻ്റെ ചരിത്രമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. നമുക്കറിയാം, വർഷങ്ങളായുള്ള പ്രാർത്ഥനകൾക്കൊടുവിൽ ലഭിച്ച കൺമണിയായ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ബലി നൽകാൻ ഇബ്രാഹിം അലൈഹി സ്വലാം തയ്യാറായ രംഗം വിശുദ്ധ ഖുർആൻ സൂറത്ത് സാഫാത്ത് 102 ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ഖാല യാ ബനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. മകനെ, നിന്നെ ഞാൻ ബലികഴിക്കുന്നതായി ഞാൻ സ്വപ്നത്തിൽ കാണുന്നു, അതുകൊണ്ട് നിന്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ ആ മകൻ പറഞ്ഞു, ഖാല യാ അബതി ഫൽ മാ തുഅമറു സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. എൻ്റെ പിതാവേ, അങ്ങയോട് കൽപ്പിക്കപ്പെടുന്നത് എന്തോ അത് അങ്ങ് ചെയ്തു കൊള്ളുക. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം എന്നെ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ അങ്ങേക്ക് കാണാം. തൻ്റെ മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ തുനിഞ്ഞ ആ പിതാവിനെയും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് മുന്നിൽ കഴുത്ത് കാണിച്ചു കൊടുത്ത ആ മകന്റെയും അചഞ്ചലമായ വിശ്വാസമാണ് ബലിപെരുന്നാളിൻ്റെ ആത്മാവ്. പ്രിയപ്പെട്ടവരെ, കേവലം ഒരു ചരിത്രം അനുസ്മരിക്കുക മാത്രമല്ല ഈ പെരുന്നാളിന്റെ ലക്ഷ്യം. ചരിത്രത്തെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളുമായി നാം ബന്ധിപ്പിക്കേണ്ടതുണ്ട്. ഇന്ന് നാം ജീവിക്കുന്ന ആധുനിക ലോകം കടുത്ത പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് നമുക്കറിയാം. നാം ഇന്ന് ഈദ് ആഘോഷിക്കുമ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കുടുംബവും ജീവിച്ച പ്രവാചകന്മാരുടെ മണ്ണായ ഫലസ്തീനിലും ഗസയിലുമൊക്കെ നമ്മുടെ സഹോദരങ്ങൾ സമാനതകളില്ലാത്ത ത്യാഗമാണ് സഹിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മക്കളെയും മാതാപിതാക്കളെയും ഇണകളെയും നഷ്ടപ്പെടുമ്പോഴും അവിടുത്തെ ഉമ്മമാർ ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദിന്റെ അഗ്നികുണ്ഡാരത്തിലേക്ക് ആപതിച്ച സമയത്ത് ആ മഹാനുഭാവൻ ഉച്ചരിച്ച ഹസ്ബനല്ലാഹു വനിഅമൽ വക്കീൽ, അള്ളാഹു നമുക്ക് മതി, എല്ലാം ബലമേൽപ്പിക്കാൻ വേണ്ടി പറ്റിയവൻ ഉന്നതൻ അവൻ മാത്രമാണ്, അള്ളാഹു നമുക്ക് മതി, ഹസ്ബനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ആ വാക്യമാണ് എല്ലാവരെയും നഷ്ടപ്പെടുമ്പോഴും ഫലസ്തീനിലെയും ഗസയിലെയും ഉമ്മമാർ എന്ന് വിളിച്ചു പറയുന്നത്. ഇബ്രാഹിം ഈമാനിന്റെ അത്യാധുനിക പതിപ്പാണ് നാം ഇവിടെ കാണുന്നത്. ഭൗതിക നേട്ടങ്ങൾക്ക് വിശ്വാസ പണയം വെക്കുന്ന ഇന്നത്തെ ലോകത്ത് ആ ഉമ്മമാർ നമുക്ക് വലിയൊരു പാഠമാണ്. ഇന്നത്തെ ആന്തരിക മനുഷ്യരിൽ പലരും ഞാൻ എൻ്റെ കുടുംബം എന്ന സ്വാർത്ഥതയിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഞാൻ എന്ന വിചാരം, എൻ്റെ കുടുംബം എന്ന മാത്രം വിചാരമാണ് ഉള്ളത്. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കയ്യിലുള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് പങ്കുവെക്കാനാണ് ബലിപെരുന്നാൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഉദയത്ത് അറുത്തുകൊണ്ടതിൻ്റെ മാംസം സദഖ ചെയ്യാൻ വേണ്ടി, വിതരണം ചെയ്യാൻ വേണ്ടി ഇസ്ലാം നമ്മോട് കൽപ്പിക്കുമ്പോൾ നാം സ്വന്തത്തിലേക്ക് ചുരുങ്ങാതെ പ്രയാസം അനുഭവിക്കുന്ന അന്യന്റെ കാര്യത്തിൽ കൂടി നാം ശക്തമായി ഇടപെടണമെന്ന സന്ദേശം ബലിപെരുന്നാൾ നമുക്ക് നൽകുകയാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബം നമുക്ക് നൽകുന്നത് മികച്ചൊരു കുടുംബ മാതൃകയാണ്. ആ കുടുംബത്തിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും ഉത്തമമായ മാതൃകയുണ്ട്. ഇന്ന് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്നു. പലരുടെയും അവസ്ഥ അതാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം വഷളാകുന്നു. ലഹരിയും ധാർമ്മിക ജീർണതയും നമ്മുടെ യുവതലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന
മക്കളെ വാർത്തെടുക്കാൻ സാധിക്കാതെ പലർക്കും പോകുകയാണ്. എന്നാൽ ഒരുപാട് ആൾക്കാർ ഇസ്ലാമിക ചിട്ടയിലൂന്നിയ മക്കളെ വളർത്തിയെടുക്കുന്നത് എന്ന കാര്യം സ്മരണീയമാണ്. അത് വിസ്മരിച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബം നമുക്ക് നൽകുന്ന പാഠം, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഒരു മകനെ വളർത്തിയെടുത്ത ഹാജറ ബീവിയുടെയും ഇബ്രാഹിം നബിയുടെയും പങ്ക് ഇന്നത്തെ മാതാപിതാക്കളായ നാം മാതൃകയാക്കേണ്ടതാണ്. നമ്മുടെ മക്കളെ ഇസ്ലാമിക ചിട്ടയിലൂന്നിയ ജീവിതം അഭ്യസിപ്പിക്കാൻ വേണ്ടി, ആ ചിട്ടയിൽ ഇസ്ലാമിക സന്താന പരിപാലനം മാതൃകയാക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നാം തയ്യാറാക്കണം. ബലിപെരുന്നാളിന്റെ നിന്ന് നമുക്ക് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നിന്ന് ഉൾക്കൊള്ളാനാവുന്ന മറ്റൊരു പാഠം അതാണ്. നാം അതുപോലെ തന്നെ ബലിപെരുന്നാൾ ദിവസം നാം നടത്തുന്ന ഉളിഹത്ത് അത് കേവലം ഒരു ചടങ്ങല്ല. ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അള്ളാഹുവിലേക്ക് അതിന്റെ ചോരയോ മാംസം എത്തുന്നില്ല, അള്ളാഹുവിലേക്ക് എത്തുന്ന മറിച്ച് അത്തഖ്വാ മിൻകും, നിങ്ങളുടെ ധർമ്മനിഷ്ഠയാണ്, തഖ്വയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നതെന്നാണ്. അപ്പോ നാം ബലി നൽകുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ഒരുപാട് മാലിന്യങ്ങളെ കൂടി നാം ബലി നൽകേണ്ടതുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം, അസൂയ, സ്വാർത്ഥത, ദുരഭിമാനം എന്നീ തിന്മകളെ ബലി നൽകുന്നതാണ് നമ്മുടെ ബലികർമ്മം. അള്ളാഹിന്റെ കൽപ്പനയ്ക്ക് മുന്നിൽ നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തെയും അഹംഭാവത്തെയും ഹൃദയത്തിലെ മോശമായ ദുസ്വഭാവങ്ങളെയും അറുത്തു മാറ്റിയാലേ ഈ പെരുന്നാളിന്റെ പൂർണ്ണത കൈവരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സ്നേഹമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നാം ഇന്ന് പുതുവസ്ത്രം ധരിച്ചുകൊണ്ടും ഒരുപാട് പുതുവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും രുചികരമായ ഭക്ഷണങ്ങൾ കഴിച്ചും ഈദ് ആഘോഷിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ പട്ടിണിയും യുദ്ധവും കാരണം ദുരിതമനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ നാം മറന്നു പോകരുത്. നമ്മുടെ പ്രാർത്ഥനകളിൽ ആ ഹതഭാഗ്യരായ അവരെയും കൂടി ഉൾപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളിൽ നിന്ന് അവർക്ക് പരിപൂർണമായ രക്ഷയും മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രാഷ്ട്രങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഭവിഷ്യത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തിന്മകൾക്കെതിരെ പടപൊരുതാനുള്ള പ്രതിജ്ഞ എടുക്കേണ്ട സമയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ ഇബ്രാഹിം ത്യാഗത്തിന്റെ വെളിച്ചം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ നിത്യജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബപരമായ ജീവിതത്തിലും സാമൂഹ്യമായ ഇടപാടുകളിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ത്യാഗത്തിന്റെ വെളിച്ചം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ആധുനിക കാലഘട്ടത്തിൽ വൈയക്തികമായും കുടുംബപരമായും സാമൂഹികപരമായും ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്ക് നേരിടേണ്ടതെന്നേക്കാം. ആ പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ തളരാത്ത മനസ്സുമായി, തളരാതെ അള്ളാഹുവിൽ പൂർണ്ണമായി പരമേൽപ്പിക്കാൻ, അഗ്നികുണ്ഡാരത്തിലേക്ക് പോകുമ്പോൾ ഹസ്ബുനല്ലാഹ് പറഞ്ഞ് എല്ലാം അള്ളാഹുവിലേക്ക് പരമേൽപ്പിച്ചതുപോലെ തളരാതെ അള്ളാഹുവിൽ പൂർണ്ണമായി പരമേൽപ്പിക്കാൻ ഈ പെരുന്നാൾ നമുക്ക് പ്രാപ്തി നൽകണം. ഈ പെരുന്നാളിൽ നിന്ന് എല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗങ്ങൾ പൂർണ്ണമായി സഹിക്കാനും, എന്തു വന്നാലും നമ്മുടെ സ്വന്തം താല്പര്യത്തിനപ്പുറം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ താല്പര്യത്തിനാണ് മുൻഗണന നൽകേണ്ടത് എന്ന പാഠം ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി പെരുന്നാൾ നമുക്ക് പ്രാപ്തി നൽകട്ടെ, പ്രചോദനം നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളും ഉളിഹത്തുകളും സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ 14 മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനിൽ വെച്ച് വിടവാങ്ങൽ തവാഫിൽ ചെയ്ത ആ പ്രസംഗത്തിൽ മഹാനായ നബി തങ്ങൾ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ പകർത്താൻ വേണ്ടിയും ഈ പെരുന്നാളിന്റെ സമയത്ത് നമ്മൾ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ അന്നത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ നമ്മുടെ രക്തവും ധനവും അഭിമാനവും പവിത്രമാണെന്നും ആ പവിത്രത സൂക്ഷിച്ചുകൊണ്ട് മുന്നേറണമെന്നും നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ഫൈന ദിമാഅക്കും വഅംവാലക്കും വഅറാളക്കും ഹറാമുൻ അലൈക്കും ഇലാ അൻ തലഖൂ റബ്ബക്കും കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. നമ്മുടെ സമ്പത്തിന്, രക്തങ്ങൾക്ക്, അഭിമാനത്തിന് പവിത്രത ഹബീബായ റസൂൽ തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പവിത്രത നാം കാത്തു സൂക്ഷിക്കണം. അന്യന്റെ രക്തം ചിന്താതെ, ധനം അപഹരിക്കാതെ, അന്യന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ
എല്ലാ പലിശയും വൈന്ന കുല്ലരിബൻ മൗദൂൻ വലക്കും റൂസം വാലിക്കും ലാ തള്ളിമോൻ വലാ തുലമോൻ, എല്ലാ അജ്ഞാനകാലത്തെ പലിശ ഇടപാടുകളും ഞാനിത് ദുർബലപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഹബീബായ റസൂൽ തങ്ങൾ പറഞ്ഞ ആ പലിശ നിരോധനത്തിന്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പലിശയുമായി പൂർണ്ണമായി വിട്ടുനിൽക്കാൻ വേണ്ടിയുള്ള പ്രചോദനം നമുക്ക് ഈ പെരുന്നാൾ കൊണ്ട് ഉണ്ടാകണം. അതുപോലെ തന്നെ പരസ്പര സഹോദര്യത്തോടുകൂടി ജീവിക്കാൻ. യാ അയ്യുഹന്നാസ് അലാ ഇന്ന റബ്ബക്കും വാഹിദ് വഇന്ന അബാക്കും വാഹിദ് അലാ ലാ ഫദ്ല ലി അറബിയൻ അലാ അജമീൻ വലാ ലി അജമീൻ അലാ അറബിയ്യ വലാ അഹ്മർ അലാ അസ്വദ വലാ അസ്വദ അലാ അഹ്മർ ഇല്ലാ ബിത്തഖ്വ. എല്ലാവരും അറബിയായാലും അനറബിയായാലും വെളുത്തവനായാലും കറുത്തവനായാലും ഏത് രൂപത്തിലുള്ളവരായാലും തഖ്വ കൊണ്ട് മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ നന്നാകുന്നത്. അതുകൊണ്ട് സഹോദര്യത്തോട് തഖ്വയിൽ അധിഷ്ഠമായി ജീവിക്കാൻ വേണ്ടി ഹബീബായ റസൂൽ തങ്ങൾ ആ പ്രസംഗത്തിൽ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരസ്പര സഹോദര്യത്തോടുകൂടി, അതുപോലെ സ്ത്രീകളോട് മാന്യമായി പെരുമാറാൻ വേണ്ടി സ്ത്രീകളുടെ അവകാശങ്ങൾ പൂർണ്ണമായി വകവെച്ചു കൊടുക്കാനും അന്നത്തെ പ്രസംഗത്തിൽ ഹബീബായ റസൂൽ തങ്ങൾ വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോ ആ ഹജ്ജത്തുൽ വദായിലെ ആ പ്രസംഗത്തിന്റെ പാഠം നാം ഉൾക്കൊള്ളണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ നിന്നുള്ള പാഠവും നാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പെരുന്നാളിനെ ആത്മീയമായ ഉന്നതിയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ ഇബാദത്തുകളും ഉദിയത്തുകളും കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. അള്ളാഹു ഇഹബർ വജികൾ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ഈദ് മുബാറക്. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.